പറഞ്ഞത്. ഇന്നലെ ഈ വിധിക്ക് ശേഷം കത്തോലിക്കാ സഭയുടെ ഒരു സർക്കുലർ നമ്മൾ കണ്ടു. അതിലെഴുതി ഞങ്ങൾക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന്, ഞങ്ങൾ അപ്പീൽ കൊടുക്കും. എന്ത് നാണം കെട്ട സഭയാടോ ഇത്. ഈ ഒരു ക്രൈം ചെയ്തിട്ട് സെൻട്രൽ ജയിലിൻ്റെ വാതിൽ തുറന്നിട്ട് അതിനകത്തേക്ക് പോകുന്ന ആ 2 പ്രതികൾ അവർ തിരുവസ്ത്രമിട്ടിട്ടുണ്ട്, കുപ്പായമിട്ടിട്ടുണ്ട്. ഈ കുപ്പായം ഒരു തിരുവസ്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് നിങ്ങൾ ആ തിരുവസ്ത്രത്തെ അവഹേളിച്ച് സെൻട്രൽ ജയിലിനുള്ളിൽ പ്രതിയായിട്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി കടന്നുപോയിട്ടുള്ള ആ 2 പ്രതികളുടെ ആ കുപ്പായം ഊരി വാങ്ങുന്നതിന് വേണ്ടി ഇവിടുത്തെ ഈ കത്തോലിക്കാ സഭയുടെ മേലധ്യക്ഷന്മാർക്ക് സാധിച്ചില്ല എങ്കിൽ നാണം കെട്ടവന്മാരെ എന്ന് എനിക്ക് മാത്രമേ പറയുവാനുള്ളൂ. നിങ്ങളെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. അവരിനിയും അപ്പീൽ കൊടുക്കും, അവരിനിയും 500 കോടി മുടക്കും. അടുത്ത വർഷം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഫ്രാങ്കോയുടെ കലണ്ടർ അടിച്ച് 2020 വിതരണം ചെയ്ത നാണം കെട്ട കത്തോലിക്കാ സഭ. അടുത്ത വർഷം നിങ്ങൾ നോക്കിക്കോളൂ, ഈ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന സിസ്റ്റർ സെവിയുടെയും ഫാദർ കോട്ടൂരാൻ്റെയും കലണ്ടർ അടിച്ച് കത്തോലിക്കാ സഭ വിതരണം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ഈ ലൈവ് കാണുന്ന എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളോട് എനിക്ക് ഒരു കാര്യം പറയുവാനുള്ളത്, അടുത്ത വർഷം നമ്മൾ നമ്മളുടെ പ്രിയമുത്ത് രാജു ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കലണ്ടർ നമ്മൾ അടിച്ചിറക്കണം. അതിന് ഞാൻ മുന്നിൽ നിൽക്കും, യാതൊരു സംശയവും വേണ്ട. ഇതാണ് സമൂഹം ഏറ്റെടുക്കേണ്ടത്. കേരളത്തിലുള്ള മുഴുവൻ ഭവനങ്ങളിലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മുഴുവൻ ഭവനങ്ങളിലും നമ്മളുടെ ഈ പ്രിയമുത്ത് രാജു ചേട്ടൻ്റെ ഫോട്ടോ പതിച്ച കലണ്ടർ 2021 തൂക്കുന്നതിന് വേണ്ടി ഞാൻ മുന്നിലുണ്ട്. എത്ര പേര് എന്നോടൊപ്പം സഹായിക്കും? നിങ്ങൾ തന്നെ ചെയ്യുക. നമ്മൾക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് രാജു ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾക്ക് കലണ്ടർ അടിക്കണം. യാതൊരു സംശയം വേണ്ട രാജു ചേട്ടാ, നമ്മളിത് ചെയ്തിരിക്കും. ജീവനുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തിരിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇനി അത് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജു ചേട്ടനെ കാണാൻ പറ്റില്ല. രാജു ചേട്ടൻ്റെ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. രാജു ചേട്ടൻ ചില വാക്കുകൾ നിങ്ങളോട് പറയും. ഈ സാഹചര്യത്തിൽ രാജു ചേട്ടൻ ഈ പൊതുസമൂഹത്തോട് കൊടുക്കുവാനുള്ള ഒരു ഉപദേശം എന്താണ്? രാജു ചേട്ടൻ്റെ ആ ഒരു അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടി 100 കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ ഈ മൈക്കാണ്, അങ്ങോട്ട് പോകും. പറഞ്ഞു രാജു, ഇതാണ് രാജു ചേട്ടൻ. പൊതുസമൂഹത്തോട് ചേട്ടൻ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഹലോ, പറഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളത്, പെൺപിള്ളേരുള്ള അച്ഛനമ്മമാര് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ഇങ്ങനെ ഒരു സമുദായം, അതായത് നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് കുഞ്ഞുങ്ങളെ അവർ സ്കൂളിലാണല്ലോ എന്നൊരു ഇത് വെച്ചിട്ട് നമ്മളിരിക്കും. പക്ഷേ ഈ അച്ഛനമ്മമാർ പേടിച്ച് വിറച്ച് ഇപ്പം ജീവിക്കണ്ടേ. കാരണം അവർ എങ്ങനെയുള്ളതായിക്കോട്ടെ, ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുഞ്ഞിന് കാണാതെ ഇടക്കാലം കൊണ്ട് കാണാതെ പോയി വരുമ്പോഴത്തേന് നമ്മളെ കഷ്ടപ്പെട്ടതിന് വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. ഒരു രോഗം വന്ന് പോയതല്ല, അല്ലാതെ പോയതല്ല. ആ കുഞ്ഞിനെ നശിപ്പിച്ച് കൊന്നല്ലേ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ നീതി വേണ്ടേ? ഞാൻ ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടെങ്കിലും അവിടെ ഉള്ളവരെല്ലാം അച്ഛനമ്മമാരായിട്ട് ജീവിക്കുന്ന എൻ്റെ മകൾക്ക് കിട്ടേണ്ട ഒരു നീതി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആ കണ്ട ഇടിയും തല്ലും കുത്തും എല്ലാം കൊണ്ടിട്ട് ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനോടും പിന്തിരിഞ്ഞ് പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ചേട്ടാ, ആൾക്കാർ 1-2 പേര് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനൊരു മറുപടി തരാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഈ ഒരു സാഹചര്യം ചേട്ടൻ കാണാൻ ഇടയായതിന്റെ ഒരു സാഹചര്യം ചുരുക്കമായിട്ടെന്ന് പറയാം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, കൂടുതൽ നീട്ടി പോകണ്ട. ഞാൻ എങ്ങനെയാണ് അവിടെ പോയി ഈ ഒരു സാഹചര്യം നേരിട്ട് കാണുവാൻ ഇടയായതെന്നൊന്ന് പറയാമോ? നേരിട്ട് കാണാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സെക്കൻഡ് ഷോ കാണും. ഞാൻ ഈ പടത്തിന് പോകുന്ന ആളാണ്. ഞാൻ മാർക്കറ്റിൽ ചുമടെടുത്തും അല്ലാതെയൊക്കെ നടന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇവരെ അവിടെ ഈ കോമണ്ടിൽ കണ്ടു. ഈ കോമണ്ടിൽ അപ്പോൾ അവിടെ കണ്ടത് അത് പല പ്രാവശ്യമായി. അപ്പം അന്ന് വണ്ടിയെ വന്നു, പിന്നെ കാറേ വന്നു, പിന്നെ ബൈക്കേലായി. അപ്പോൾ ഇങ്ങനെ വന്ന ഒരാൾ വരുമ്പോഴത്തേന് ഇങ്ങനെ നമുക്ക് ഈ സിസ്റ്ററെന്ന് പറയുന്നില്ലേ, ഇവരെ ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. അപ്പം ഈ കൂട്ടുവരാനും ഇവിടെ ആണുങ്ങൾക്ക് തന്നെ ഇവിടെ സിസ്റ്റർമാരെന്ന് പറഞ്ഞ അമ്മമാരല്ലേ കണ്ട്.
അപ്പം അങ്ങനെയുള്ള ഒരാൾ ഉള്ളപ്പം ഇവരെ എന്നതിനാ ഇവരൊക്കെ സിസ്റ്ററിന് പേര് കൊടുത്തവർക്കിട്ട് അടി കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കാരണം ഈ സമൂഹം മുഴുവൻ അവരെ ഒറ്റപ്പെട്ടില്ലേ. അപ്പം അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് നീതി കിട്ടിയ പോലെ എല്ലാ അച്ഛനമ്മമാരും അത് കറക്റ്റായിട്ട് അത് പിന്തുടർന്ന് പോകണം. താങ്ക് യു ചേട്ടാ. അപ്പോൾ രാജുചേട്ടൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു. രാജുചേട്ടൻ ലോകത്തിന് തന്നെ മാതൃകയാണ്. രാജുചേട്ടൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. 3 സെൻറ്റ് കോളനിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന് 5 കുട്ടികളാണുള്ളത്, 3 പെണ്ണ് 2 ആണ്. ഈ ഒരു കുടുംബം എല്ലാം അടുത്തടുത്ത് തന്നെ താമസമുണ്ട്. ചേട്ടൻ്റെ കൂടെയുമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെ അവസ്ഥ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യമാണ് അവർക്കുള്ളത്. ഒരു അഭിമാനിയായ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം പോലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് സമൂഹത്തിന് മാതൃകയാണ്. ഇത് നമ്മളുടെ വരും തലമുറകൾക്ക് രാജുചേട്ടൻ ഒരു മാതൃക തന്നെയാണ് നമ്മൾക്ക് കാട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ പേരുകൾ ലോകമുള്ളിടത്തോളം സ്മരിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ സഹായിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പർ ഞാനിവിടെ പരിശോധിച്ചു. എനിക്ക് നമ്മളുടെ മറിയാമ്മ സിസ്റ്റർ വർക്കലയിൽ നിന്ന് അയച്ചു തന്ന വാട്സപ്പിൽ തന്ന ആ ഒരു അക്കൗണ്ട് നമ്പർ ജെനുവിനാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ മോളോടും ചോദിച്ചപ്പോൾ ആ അക്കൗണ്ട് നമ്പർ ജെനുവിനാണ്. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മളെ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കണമെന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് നമ്മളുടെ ഒരു കടമയാണ്, അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത്. അത് എല്ലാവരും ചെയ്യുമെന്നുള്ള പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് സഹായിക്കാമെന്നുള്ള കാര്യങ്ങൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു നല്ല വീട് ആവശ്യമാണ്. അദ്ദേഹത്തിന് തുടർന്ന് ജീവിക്കുന്നതിന് വേണ്ടി ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളെ പൊതുസമൂഹത്തിനാണ്. അത് നമ്മൾ ഒരു കടമയായിട്ട് തന്നെ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും രാജുചേട്ടനെ നമ്മൾ സഹായിക്കണം. അതിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. കന്യാസ്ത്രീകൾക്ക് മോചനം വേണം, തീർച്ചയായിട്ടും വേണം. സക്രിയ സമൂഹൽ ഭായി, തീർച്ചയായിട്ടും കന്യാസ്ത്രീകൾക്ക് മോചനം വേണം. ഒരുപാട് കന്യാസ്ത്രീകൾ ഈ മഠങ്ങളിൽ ഇവരുടെ പീഡനം അനുഭവിച്ച് പുറത്തു പറയാൻ പറ്റാതെ കനാൻ നിയമം ലംഘിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് പീഡനം അനുഭവിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഇതൊക്കെ അന്വേഷിക്കുവാൻ ഇവിടെ ആരുമില്ല. പരാതി കൊടുത്താൽ അവർ പുറത്താണ്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ നമ്മൾക്കറിയാം. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഈ ലൈംഗിക ആരോപണം പറഞ്ഞ ആ വിഷയം ഉണ്ടായപ്പോൾ ഗാന്ധി സ്ക്വയർ തിരുവനന്തപുരത്ത് പ്രതിഷേധവുമായി കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങിയപ്പോൾ അവരെ പരസ്യമായി സപ്പോർട്ട് ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ സഭയിൽ നിന്ന് പുറത്താക്കി ആഹാരം പോലും കൊടുക്കാതെ അവരെ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിക്കുകയും അവരുടെ ജീവന് വരെ ഹാനിയുണ്ടെന്നുള്ള രീതി അവരെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട ഒരു കന്യാസ്ത്രീയെ നമ്മൾക്കറിയാം. ഇതൊന്നും നമ്മൾ മറന്നു പോരുത്. നമ്മളൊക്കെ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവകാശങ്ങളുണ്ട്. എല്ലാ മത ആചാരങ്ങളും സംരക്ഷിക്കണം. ഒരു മതത്തെയും നമ്മൾ ഹനിക്കുവാൻ പാടില്ല. ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം. അപ്പോൾ കന്യാസ്ത്രീകൾക്കൊക്കെ മോചനം വേണം, തീർച്ചയായിട്ടും വേണം. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മകളെ നിങ്ങൾ ഇതേപോലെ കന്യാസ്ത്രീ മഠങ്ങളിൽ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് വിടുന്നുവെങ്കിൽ ആ കന്യാസ്ത്രീ മഠങ്ങളുടെ പരിസരങ്ങളിൽ എങ്ങും കിണറില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വിടാം. അതിൽ നിങ്ങൾക്കൊരു 10% നിങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. 10% പറയാൻ പറ്റുകയുള്ളൂ, കിണറിൽ വീടത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ ഈ ലോകത്ത് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് അവർ ജീവിക്കട്ടെ, അവർക്ക് കുടുംബമുണ്ടാകട്ടെ. എന്നിട്ട് നിങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊള്ളൂ. അല്ലാതെ ഇതേപോലെ കന്യാസ്ത്രീ ആക്കി വിട്ട് മഠങ്ങളിൽ വിട്ട് പുരോഹിതന്മാർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സഹോദരിമാരെ വിട്ടുകൊടുക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് രാജുചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ രാജുചേട്ടനോട് അല്പസമയം മറ്റ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ റാന്നിയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് രാജുചേട്ടന് ഞാൻ ഒരു ക്രിസ്മസ് കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ രാജുചേട്ടന് കൈമാറുകയാണ്. രാജുചേട്ടാ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഓക്കെ.
ആ, ഒരു ചെറിയ കവറുണ്ട്. ഇത് എൻ്റെ വകയാണ്, മറ്റ് ആർക്കും ഇതില്ല. ഞാൻ രാജുചേട്ടന് ഒരു ചെറിയ കവറും ഒരു ക്രിസ്മസ് കേക്കും മാത്രമേ കൊടുക്കുവാൻ ഇപ്പോൾ സാഹചര്യമുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, ലൈവ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.